ഒറ്റപ്പാലത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു കത്താണ്. നമുക്ക് ഒരു ചെറുപ്പക്കാരനാണ് കത്ത് അയച്ചിട്ടുള്ളത്. ഒരു തീരുമാനം എടുക്കാനാകാതെ വിഷമിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഈ എഴുത്ത് ചേട്ടന് അയക്കുന്നത്. +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത്. കടുത്ത പ്രണയമായിരുന്നു ഞങ്ങൾക്കിടയിൽ. എഞ്ചിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ പല വിദേശ രാജ്യങ്ങളിലും അലഞ്ഞു. നല്ല ജോലിയോ പണമോ ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ വാക്കുകൾ കൊണ്ടും മറ്റും ആ കുട്ടി എന്നെ ധാരാളം സപ്പോർട്ട് ചെയ്തിരുന്നു. എനിക്ക് വേണ്ടി ആ കുട്ടിക്ക് വരുന്ന വിവാഹാലോചനകൾ എല്ലാം മാറ്റിവെച്ച് അവൾ ഇരുന്നു. ഇപ്പോൾ 2 വർഷമായി എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയും നല്ലൊരു വീടുമൊക്കെ എനിക്കായി. പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കപ്പെട്ടു. കടബാധ്യതകളൊന്നും എനിക്കിപ്പോൾ ഇല്ല. അത്യാവശ്യം സമ്പാദ്യമൊക്കെയുണ്ട്. അമ്മയ്ക്ക് അവളെ മുമ്പ് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അമ്മയ്ക്ക് ആ ഇഷ്ടം അവളോടുണ്ട്. അവളെ വിവാഹം കഴിക്കുന്നതിന് അമ്മയ്ക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷെ അമ്മാവന്മാർക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല. അടുത്തിടെ എന്റെയും അവളുടെയും ജാതക പൊരുത്തം നോക്കിയപ്പോൾ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞത്രേ. വലിയ ദോഷമാണെന്നാണ് പറഞ്ഞത്. എന്നെ മാത്രം പ്രതീക്ഷിച്ച് വർഷങ്ങളോളം കാത്തിരിക്കുന്ന അവളെ എന്തു പറഞ്ഞ് ഒഴിവാക്കണം എന്നെനിക്ക് അറിയില്ല. അവർ സാമ്പത്തികമായി ഒന്നുമില്ലാത്തവരാണ്. വീട് പോലുമില്ല. അമ്മാവന്മാർ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. എന്തു വന്നാലും അവർ അതിനെ എതിർക്കും എന്നാണ് പറയുന്നത്. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ ബന്ധത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? രണ്ടുപേരുടെയും ജനന വിവരങ്ങളൊക്കെ അയക്കുന്നു. ചേട്ടൻ ഇത് നോക്കിയിട്ട് ചേരില്ലെങ്കിൽ അത് വ്യക്തമാക്കി ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് അയച്ചിട്ടുള്ളത്. അനിയ കത്ത് വായിച്ചു. ഈ കത്തിലൊരു ചെറിയ തന്ത്രമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ച് പൊരുത്തമില്ല ഇത് പൊരുത്തമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയില്ല. കാരണം എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രേമമാണെങ്കിൽ പൊരുത്തം നോക്കേണ്ടെന്ന കാര്യമില്ല, പിന്നെ കല്യാണം കഴിച്ചേക്കണം. കാരണം പ്രേമവും പൊരുത്തവും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോവില്ല. ഇതിലൊരു തന്ത്രം എനിക്ക് തോന്നുന്നത്, ആ കുട്ടി ഒന്നുകിൽ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ കത്ത് അയച്ചിട്ട് ആ കുട്ടിയോട് എല്ലാ ദിവസവും ഈ പ്രോഗ്രാം കാണൂ, ഞാനൊരു കത്ത് പുള്ളിക്കാരൻ അയച്ചിട്ടുണ്ട്, അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ കത്തിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ആരുടെയും പോയിട്ടോ ഒറിജിനൽ ആണോ എന്ന് പോലും എനിക്കറിയില്ല, ചേരാത്ത തരത്തിലുള്ള 2 ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു തന്നതാവാം. കാരണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റാണ്. ഒന്നുകിൽ നിങ്ങൾ അമ്മാവന്മാരോട് ചോദിച്ചിട്ടല്ല ആ കുട്ടീനെ പ്രണയിച്ചത്, ആ കുട്ടിക്ക് ആഗ്രഹങ്ങൾ കൊടുത്തത് നിങ്ങൾ അമ്മാവനോട് ചോദിച്ചിട്ടല്ല, നിങ്ങൾ ജാതകം നോക്കിയിട്ടല്ല ആ കുട്ടിയെ പ്രണയിച്ചത്. ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് ഈ കുട്ടിയെ പ്രണയിച്ചാൽ മുമ്പോട്ട് നല്ലതുപോലെ പോകാൻ കഴിയുമോ എന്നുള്ള ജാതക ചർച്ച നോക്കിയിട്ടല്ല നിങ്ങൾ പ്രണയിച്ചു എങ്കിൽ പിന്നെ ഇപ്പോ, അതായത് ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ട് നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 10 പൈസ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ, അത്രയും നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു 10 പൈസ പോലും എടുക്കാൻ കഴിയാത്ത കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപാട് വേദന ഉണ്ടായിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. ആരും സഹായിക്കാനില്ലായിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ന് അമ്മാവന്മാര് പോലും നിങ്ങളെ വ്യക്തമായി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് വീടായി, പണമായി, മര്യാദയ്ക്ക് ജോലിയായി, സമ്പാദ്യമായി, കടബാധ്യതകളൊന്നുമില്ല. അപ്പൊ അമ്മാവന്മാരൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ വരികയാണ്, അവര് നിർദ്ദേശങ്ങൾ തരികയാണ്. ഇനി അമ്മാവന്മാർ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അനിയ, നിങ്ങളുടെ ആ തീരുമാനം തെറ്റാണ്. നിങ്ങൾ അത് എടുക്കുന്നതിന് നിങ്ങൾ എന്നെ കൊണ്ട് അത് എടുപ്പിക്കാൻ നിൽക്കണ്ട. ശാസ്താംകോട്ടയിൽ ഒരു അമ്പലമുണ്ട്, അതൊരു കഥ കേട്ടിട്ടുണ്ട്. അവിടെ വലിയ കുരങ്ങ് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് കഴിപ്പിച്ചിട്ട് വലിയ കുരങ്ങ് കഴിക്കും. കാരണം കൈ പൊള്ളുന്നത് കുട്ടിക്കുരങ്ങനാണല്ലോ. അങ്ങനെ ഒരു കാര്യം എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട. നിങ്ങൾ ആ കുട്ടിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാലം അത് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ ആ ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ഒഴിവാക്കണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പൈസ ഉണ്ടായി, പണമുള്ള ഒരു വീട്ടിലെ കുട്ടിയെ കിട്ടണമെങ്കിൽ അത് പറഞ്ഞങ്ങോട്ട് കല്യാണം കഴിക്കുക. അതിന് ജ്യോതിഷത്തെ ഒന്നും നിങ്ങൾ ആശ്രയിക്കേണ്ട, അത് ശരിയല്ല. ഈ ജാതകത്തിന് പൊരുത്തം നോക്കേണ്ടുന്ന ഒരു കാര്യമില്ല. ഇനിയിപ്പോ ഞാൻ പൊരുത്തം നോക്കി കൊള്ളാന്ന് പറഞ്ഞാലും നിങ്ങൾ വേറൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്, അത് നടത്തൂ എന്നറിയാം. അതുകൊണ്ട് വാക്കിന് വിലയുണ്ടെങ്കിൽ, നാളെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരിക്കാം, അതിന് ആ ജീവിതം കൊടുക്കാൻ നോക്കുക.